എന്താ ഈ മണൽ മൂടി കിടക്കുന്ന ഈ സ്ഥലത്ത് പണ്ടൊരു റോഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നിട്ട് ഫോട്ടോ എടുത്തില്ല, ഇല്ലേ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞേനെ. ചേട്ടാ കണ്ണൂർ തീർത്തേക്കുള്ള വഴി എങ്ങനെ? മാതൃഭൂമി ചാനലിൽ നിന്നാണേ. ഇവിടെ ബീച്ചിലേ നമ്മൾ ടൂറിസത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനമൊക്കെ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞു, അതാണോ? കണ്ണൂർ തീർത്ഥ ഗ്രാമ ഇത് ഈ പ്രദേശമാണ്. നോർത്തിൽ ലാസ്റ്റ് ബോർഡറാണ്. അതെ, ഈ കഴിഞ്ഞ തലപ്പാടിയാണ്. ആ തലപ്പാടി കമ്മ്യൂണിസ്റ്റായിട്ട് കോൺഗ്രസ് ആയിട്ട് രണ്ട് ഭരണപക്ഷം വന്നിട്ട് ഞങ്ങൾ ഈ നാട്ടിനുണ്ടല്ലേ ഇന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അവിടെ വരെ 200 മീറ്റർ അപ്പുറം ഉണ്ടായി, 200 മീറ്റർ ഇപ്പുറം വന്നു. 2 കൊല്ലം മുന്നേ പണി തുടങ്ങിയതാണ് ഇവിടെ ബീച്ച് സൗന്ദര്യവൽക്കരണം. അങ്ങനെ ബീച്ച് സൗന്ദര്യവൽക്കരണം നടത്തി കഴിഞ്ഞാൽ ഇവിടുത്തേക്ക് ആളുകളെത്തും, അത് ഈ ഗ്രാമത്തിന് ഗുണമാണെന്നൊക്കെ ഒരു പ്രതീക്ഷ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഫിഷർമാൻലാറിൽ ചോദിച്ചിട്ടാക്കിയതല്ല, നമ്മൾ ഈ നാട്ടുകാരിലാറിൽ ഒരു ചോദിച്ചില്ല. ഈ പാർക്ക് കൂടെ ഇത് 1,40,00,000 പാർക്ക് സ്റ്റേറ്റിൽ കമ്മ്യൂണിസ്റ്റ് അല്ലേ ഉള്ളത്, അതുകൊണ്ട് ഇത് BJP-ക്കാർ വാർഡും പറഞ്ഞിട്ട് ഇവിടെ നിർലക്ഷിക്കുന്നു. നിങ്ങളെ പരിഗണിക്കുന്നില്ല. പക്ഷേ ഇവിടെ 1.5 കോടി പദ്ധതി നടപ്പിലാക്കാൻ നോക്കിയില്ലേ? നോക്കി അതൊന്നും മാത്രം, അത് പാക്കേജ് നമുക്കറിയില്ല. ഇതാ ഈ കാറ്റാടി മരത്തിന് ചുറ്റിലും കെട്ടിയ, അതിന് പുറമെ ഇതാ അവിടെ ഗ്രാനൈറ്റ് ഇട്ടിരുന്നു, അത് പോയി, ഇതൊക്കെ പോയി, കടലെടുത്തു. അത് നല്ല രസമാക്കിയൊക്കെ കെട്ടി ഉണ്ടാക്കിയായിരുന്നു. നല്ല പൈസന്റെ ഗ്രാനൈറ്റ് ഒക്കെയാ 10 വരെ കല്ലിട്ടിന്. അതിന്റെ ഇത് ഉള്ളിലേക്ക് പറഞ്ഞത് ഇവിടെ നോക്കിയാൽ കർണാടകയാണ് കാണുന്നത്. ആ കർണാടകന്റെ ഭാഗത്ത് അവര് പുലിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 5 വർഷം മുമ്പ് പുലിമുട്ട് ഉണ്ടാക്കിയപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് കാര്യമായി കടൽ കയറി തുടങ്ങി. എന്താ ഈ മണൽ മൂടി കിടക്കുന്ന ഈ സ്ഥലത്ത് പണ്ടൊരു റോഡ് ഉണ്ടായിരുന്നു. മെമ്പർ വന്ന് ഞങ്ങൾ അറിയിച്ചിട്ട മെമ്പറിന് ഇവിടെ അപ്പുറത്താ, എന്നിട്ട് മെമ്പർ എത്തിയില്ല, മെമ്പർക്ക് അറിയത്തില്ലാന്ന്. ഈ റോഡ് അടുത്ത 9 വീടുകളിലേക്കുള്ള വഴിയായിരുന്നു. ആ 9 വീടുകളിലേക്കും ഇപ്പം റോഡില്ല എന്നാണ് ഇവർ പറയുന്നത്. മുഴുവൻ പോയി, ഒരു പൊടിയില്ല, തരി പോലും. ചേട്ടാ നമസ്കാരം, വീട്ടിലേക്കുള്ള വഴിയൊക്കെ പോയി. ഒരു 10 സെൻസ് ജാഗ പോയി, 6 തെങ്ങ് പോയി, പിന്നെ അതിന് കുറച്ചേ ഉള്ളൂ പുറക്ക് ഒരു 2-3 മീറ്റർ ഉണ്ട്. എല്ലാവരും വന്നിട്ട് നോക്കിയിട്ട് പോയിനി. ഒരാളോ എന്ത് പണിയാക്കുന്നില്ല ഇവിടെ. പഞ്ചായത്ത് വരും, എന്നിട്ട് കടൽ വരുന്ന അവർ ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകും. 5 കൊല്ലം തുടങ്ങി നടക്കുന്ന പരിപാടി ഇതാണ്. ഇപ്രാവശ്യം വന്നിട്ട് ഫോട്ടോ എടുത്തില്ല, ഇല്ലേ ഞാൻ പച്ചയ്ക്ക് പറഞ്ഞേനെ. അത് തെരഞ്ഞെടുപ്പ് വരില്ല, പഞ്ചായത്ത് വോട്ട് ഇവർക്ക് ഇനി വോട്ട് കൊടുത്തിട്ട് വല്ല ലാഭമുണ്ടോ? ഒരു ലാഭമില്ലല്ലോ. ഇവര് കാറിൽ തിരിയാനാ വോട്ട് വേസ്റ്റ് കൊടുക്കുന്നു. ഞങ്ങൾ പോന്നേ ഇല്ല, ഞങ്ങൾ ഒരു വോട്ടുക്ക് പോകുന്നില്ല, വെറുതെ എങ്ങനത്തെ വോട്ട് കൊടുക്കുന്നു, ആർക്കോസ്കര വോട്ട് കൊടുക്കുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഇവരുടെ വിഷയം കൂടുതൽ സജീവമായി ചർച്ചയാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലേ? വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ.